ഇന്ന് ഞാൻ രാവിലെ എണീച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ്. അത് വേറൊന്നുമല്ല, ഇന്നെൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഗൈസ്. അങ്ങനെ രാവിലെ എണീച്ച് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ടെൻഷനൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്. ഇടിയും വെട്ടി പരാവസ്ഥയിൽ മനസ്സിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഒരുങ്ങണമല്ലോ, ഒരുക്കത്തിലൊരു കോംപ്രമൈസ് ഇല്ലല്ലോ. അങ്ങനെ കുടിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുകയാണ് ഗൈസ്. ഒരു മാസത്തിൻ്റെ ഹാർഡ് വർക്കും അങ്ങനെ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടിയത്, ഡേറ്റ് കിട്ടുന്നത്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പോലീസൊക്കെ വന്നു. നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയെടുത്തു. ആധാറൊക്കെ വാങ്ങിച്ച് എനിക്ക് ടെസ്റ്റ് നടക്കുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ച് ഗ്രൗണ്ടിൽ വെച്ചാണ് എനിക്ക് ടെസ്റ്റ് നടക്കുന്നത്. അപ്പം 8 ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കാറിൻ്റെ നമ്മൾ എടുത്ത പോലെ തന്നെ റോഡ് ടെസ്റ്റും എടുക്കണമല്ലോ, ഓരോ ഗിയറും മാറ്റി മാറ്റി എടുക്കണമല്ലോ, ദൈവമേ എനിക്ക് പറ്റുമോ, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പിന്നെ സ്കൂട്ടർ ആണെങ്കിൽ നമ്മൾ 8 എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, വല്ല ആ കമ്പിയിലെല്ലാം മുട്ടി അപ്പം ഫെയിലാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത്. പക്ഷേ ഇങ്ങനെ ദൈവാനുഗ്രഹിച്ച് എല്ലാം ഓക്കെ ആവുമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഓരോന്നും എടുക്കുമ്പോൾ എനിക്ക് വീട്ടിൽ വിളിക്കണം നല്ല ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം കൂടെ ചെയ്തിട്ട് വിളിച്ചാലോ, ഏതെങ്കിലും ഒന്ന് പോയാൽ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നല്ല വെയിലാണ്. ആ സമയത്ത് റോഡിൽ ആരും ഹോൺ അടിക്കാൻ പാടില്ല. ബിക്കോസ് ഇത് തോറ്റ് കഴിയുമ്പോൾ നമുക്ക് ഹോൺ വെച്ചിട്ടാണ് നമ്മൾ പാസ്സായോ ഇല്ലയെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നടന്നപ്പം അവിടെ ഒരു തെങ്ങിൻ്റെ ഒരു കരിക്കുണ്ടല്ലോ, അത് കഴിച്ചു. അത് അമ്മയ്ക്കാണ്ടാണ് വാങ്ങിച്ചത്, പക്ഷെ ഞാനാണ് കഴിച്ചത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മാഗി കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ മാഗി ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഏത്തപ്പഴം ഇരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ഏത്തക്ക ഉണ്ടാക്കി. ഷേപ്പൊന്നും ഇല്ല നിങ്ങളൊന്നും വിചാരിക്കുന്നത്, പക്ഷെ എനിക്കാണെങ്കിൽ ഞാനല്ലേ, ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പപ്പ വന്നപ്പോൾ എനിക്ക് രാത്രിയിൽ ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ചു. അതുപോലെ അങ്ങനെ എൻ്റെ ഇന്നത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെയും ഇന്നെൻ്റെ പാസ്സായതിൻ്റെയും ചിലവ് ഇങ്ങനെ കഴിച്ചു കൂട്ടി ഗൈസ്. ഇന്നൊരു നല്ല ദിവസമായിരുന്നു, ആരാണോ പണിയേണ്ടത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ട്.